ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 50-ാമത്തെ ആയത്ത്. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنْظُرُونَ. നിങ്ങൾക്കായി നാം കടൽ പിളർത്തിയതും അതുവഴി നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫറവോനിന്റെ ആളുകളെ നാം മുക്കിക്കൊന്നതുമായ സന്ദർഭവും. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് ഓതുന്നു. وَأَغْرَقْنَا آلَ ഫിർഔൻ. അഗ്റഖ്നാ എന്ന് നമുക്ക് നീട്ടാവുന്നതാണ്. ഫിർഔൻ തർഖീഖാണ്, റാന് ഫിർഔൻ എന്നാണ് പറയേണ്ടത്. വഅൻതും തൻദുറൂൻ. രണ്ട് സ്ഥലത്തും ആതും താദു, ഈ രണ്ട് സ്ഥലത്തും ഇഖ്ഫാ ചെയ്തുകൊണ്ട് നൂനിനെ മറച്ച് മണിച്ച് ഓതുക. ഇസ്രായേല്യരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ 2-ാമത്തേതാണ് ഫറവോനിന്റെ പീഡനത്തിൽ നിന്ന് അവരെ അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ സംഭവം. ജൂതമതത്തിലെ കർമ്മങ്ങളിലധികവും ഭ്രമണം ചെയ്യുന്നത് ഈ സംഭവത്തിന് ചുറ്റുമാണ്. അവരുടെ പ്രധാനപ്പെട്ട ആഘോഷമായ പെസഹ ഫറവോനിന്റെ പീഡനത്തിൽ നിന്നുള്ള വിടുതലിനെ സ്മരിച്ചുകൊണ്ടുള്ളതാണ്. ജൂതമാസമായ ആബീബ് മാസത്തിന്റെ, പിന്നീട് ഈ മാസം നീസാൻ എന്ന് അറിയപ്പെട്ടു, 14-ാം തീയതി പെസഹ ആചരിക്കാൻ ദൈവം ഇസ്രായേല്യരോട് കൽപ്പിച്ചതായി ലേവ്യരുടെ പുസ്തകത്തിൽ കാണാം. 23-ാം അധ്യായം 5-ാം വചനം. 9 മഹാമാരികൾ നൽകിയിട്ടും ഇസ്രായേല്യരെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കി മോശയോടൊപ്പം വിട്ടയക്കാൻ ഫറോവാൻ സന്നദ്ധമായില്ലെന്നും അവസാനമായി ഈജിപ്തിലെ എല്ലാ ആദ്യജാതരെയും ദൈവം കൊന്നുകളഞ്ഞുവെന്നും അതിൽ നിന്ന് ഇസ്രായേല്യരെ ദൈവം ഒഴിവാക്കിയെന്നുമെല്ലാം പുറപ്പാട് പുസ്തകത്തിലുണ്ട് 12-ാം അധ്യായത്തിൽ. ആദ്യജാതരെ കൊല്ലുന്നതിൽ നിന്ന് ഇസ്രായേല്യരെ ദൈവം ഒഴിവാക്കി കടന്നുപോയതിൽ നിന്നാണ് ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ആഘോഷത്തിന് കടന്നുപോകൽ, പാസോവർ എന്നർത്ഥം വരുന്ന പെസഹ എന്ന പേരുണ്ടായത്. മക്കൾ മരിച്ചതുകൂടി കണ്ടപ്പോൾ ദൈവം ഇസ്രായേല്യരെയും കൂട്ടിപ്പോകാൻ മോശയെയും അഹരോനെയും അനുവദിച്ചുവെന്നും അങ്ങനെ പോകുമ്പോൾ വീണ്ടും ഫറോവോനിന് മനംമാറ്റമുണ്ടായി എന്നും അദ്ദേഹവും കൂട്ടരും ഇസ്രായേല്യരെ തിരിച്ചു പിടിക്കാനായി പിന്നിൽ ചെന്നുവെന്നും അപ്പോൾ അവർ സമുദ്രത്തിൽ മുങ്ങി മരിച്ചുവെന്നുമാണ് ബൈബിൾ പറയുന്നത്. ആ കഥ ബൈബിളിൽ നിന്ന് തന്നെ നാം വായിക്കുക. സിംഹാസനത്തിലിരുന്ന ഫറവോൻ മുതൽ കാരാഗൃഹത്തിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ വരെ ഈജിപ്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ആദ്യജാതരെ അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. കന്നുകാലികളുടെ കടിഞ്ഞൂലുകളും കൊല്ലപ്പെട്ടു. ഫറവോനും അവന്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്നു. ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു. കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും അവിടെ ഉണ്ടായിരുന്നില്ല. ഫറവോൻ രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുവിൻ. നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവിൻ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ. കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ച മാവ് പുളിക്കുന്നതിന് മുമ്പ് തന്നെ പാത്രത്തോടെ എടുത്തു ജനം തങ്ങളുടെ തോൾമുണ്ടിൽ പൊതിഞ്ഞു. മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു. അവർ ഈജിപ്തുകാരോട് പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. കർത്താവ് ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോട് ആദരം തോന്നിച്ചതിനാൽ അവർ ചോദിച്ചതൊക്കെ ഈജിപ്തുകാർ കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. ഇസ്രായേൽക്കാർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് കാൽനടയായി യാത്ര തിരിച്ചു. അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു. ഇതര വിഭാഗത്തിൽപ്പെട്ട വലിയൊരു ജനസമൂഹവും അവരോടൊപ്പം പുറപ്പെട്ടു. വളരെ ആടുകളും കന്നുകാലികളും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടതിനാൽ യാത്രയ്ക്കായി ആഹാരമൊരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. ഇസ്രായേൽക്കാരുടെ ഈജിപ്തിലെ വാസകാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയായ അന്നു തന്നെ കർത്താവിന്റെ ജനസമൂഹം മുഴുവൻ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ജാഗ്രതായി വർത്തിച്ച രാത്രിയാണത്.
അക്കാരണത്താൽ തലമുറ തോറും ഇസ്രയേൽക്കാർ ഉറക്കമിളച്ചിരുന്ന് ആ രാത്രി കർത്താവിന്റെ ബഹുമാനാർത്ഥം ആചരിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 29 മുതൽ 42 വരെയുള്ള വചനങ്ങൾ. ഇസ്രയേൽക്കാർ പോയ വിവരം ഈജിപ്ത് രാജാവ് അറിഞ്ഞപ്പോൾ അവനും സേവകർക്കും അവരോടുണ്ടായിരുന്ന മനോഭാവം മാറി. അവർ പറഞ്ഞു, നാം എന്താണ് ഈ ചെയ്തത്? നമ്മുടെ അടിമകളായ ഇസ്രയേൽക്കാരെ വിട്ടയച്ചിരിക്കുന്നു. ഫറവോൻ തന്റെ രഥമൊരുക്കി സൈന്യങ്ങളെ സജ്ജമാക്കി. ഏറ്റവും മികച്ച 600 രഥങ്ങളും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളും അവയുടെ നായകന്മാരെയും അവൻ കൂടെ കൊണ്ടുപോയി. ഈജിപ്തിലെ രാജാവായ ഫറവോനിനെ കർത്താവ് കഠിനചിത്തനാക്കി. ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രയേൽക്കാരെ ഈജിപ്തുകാർ പിന്തുടർന്നു. ഫറവോനിന്റെ തേരുകളും കുതിരകളും കുതിരപ്പടയാളികളും സൈന്യം മുഴുവനും കടൽ തീരത്ത് പിഹഹിറോത്തിന് അരികെ ബാൽസഫോന്റെ എതിർവശത്ത് പാളയമടിച്ച ഇസ്രയേൽക്കാരുടെ സമീപം എത്തിച്ചേർന്നു. ഫറവോൻ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹ്വലരായ ഇസ്രയേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികളില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്നു മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ. ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്നു കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ട് പോകാൻ ഇസ്രയേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രയേൽക്കാർ കടലിനു നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും. അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവന്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവന്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രയേൽ ജനത്തിന്റെ മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുമ്പിൽ നിന്നു മാറി പിമ്പിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രയേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിനു മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ടു മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രയേൽക്കാർ കടലിനു നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളും എല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രയേൽക്കാരിൽ നിന്ന് നമുക്കോടി രക്ഷപ്പെടാം. കർത്താവ് അവർക്കു വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിനു മീതെ നീട്ടുക. വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിനു മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവ്വസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിനു മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രയേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രയേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രയേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രയേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രയേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 5 മുതൽ 31 വരെയുള്ള വാചകങ്ങൾ.
നിങ്ങൾക്കായി നാം കടൽ പിളർത്തി, അതുവഴി നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫറോവോനിന്റെ ആളുകളെ നാം മുക്കിക്കൊന്നു എന്നിങ്ങനെ ഇസ്രയേല്യർക്ക് പടച്ചവൻ നൽകിയതായി 50-ാമത്തെ ആയത്തിൽ പറയുന്ന 3 അനുഗ്രഹങ്ങളെയും കുറിച്ച പുറപ്പാട് പുസ്തകത്തിലെ വിശദമായ വിവരണമാണ് മുകളിൽ. ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് എന്ന അർത്ഥത്തിൽ യസ്യാത്ത് മിസ്രയീം എന്ന തലക്കെട്ടിലാണ് ജൂത തോറയുടെ 2-ാമത്തെ പുസ്തകം അറിയപ്പെടുന്നത്. അതിന്റെ ആദ്യത്തെ 14 അധ്യായങ്ങളിലായി വിശദമായി വിശദീകരിച്ച സംഭവങ്ങളെയാണ് സംക്ഷിപ്തമായി 49-50 വചനങ്ങളിൽ ഇസ്രയേല്യർക്ക് നൽകിയ മഹാ അനുഗ്രഹങ്ങളായി എണ്ണിപ്പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേൽ സമുദായത്തിന്റെ അസ്തിത്വം നിർണയിച്ച സംഭവങ്ങളാണവ. അതുകൊണ്ട് തന്നെയായിരിക്കണം അവയെ അള്ളാഹു ഇസ്രയേല്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ആദ്യത്തേതായി എടുത്തു പറഞ്ഞിരിക്കുന്നത്. മോശയ്ക്ക് ശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ് ജീവിച്ച ഇസ്രായേല്യരെ വിളിച്ച് ഖുർആനിന്റെ അഭിസംബോധിതരായ അവരാണ് അടിമത്തവും അതിൽ നിന്നുള്ള വിടുതലുമെല്ലാം അനുഭവിച്ചതെന്ന രീതിയിലുള്ള ശൈലി ശ്രദ്ധേയമാണ്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന പെസഹ ആഘോഷവേളയിലെ ജൂതകർമ്മങ്ങൾ പരിശോധിച്ചാൽ ഈ ശൈലിയുടെ പ്രസക്തി മനസ്സിലാവും. ഈജിപ്തിൽ നിന്ന് തങ്ങളുടെ പൂർവ്വപിതാക്കൾ അനുഭവിച്ചതെല്ലാം ഇന്നുള്ള ജൂതന്മാരും അനുഭവിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അവയെ പ്രതീകാത്മകമായി സ്വീകരിക്കുന്ന കർമ്മങ്ങളാണ് പെസഹയിൽ ഉടനീളമുള്ളത്. പെസഹയുടെ ഭക്ഷണം മുതൽ പ്രാർത്ഥനകൾ വരെ ഈജിപ്തിൽ ഇസ്രയേല്യർ അനുഭവിച്ച പീഡകളെയും അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടതിന്റെയും അനുഭവങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. അയമോദകത്തിന്റെയോ അതില്ലെങ്കിൽ മറ്റു വല്ല പച്ചിലകളുടെയോ തണ്ട് ഉപ്പുവെള്ളത്തിൽ മുക്കി തിന്നുന്ന കർമ്മമായ കാർപ്പാസ് തങ്ങളുടെ പൂർവ്വപിതാക്കൾ അനുഭവിച്ച അടിമത്തത്തിന്റെ കയ്പുനീർ അനുഭവിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ഫലങ്ങളും പരിപ്പുകളും ചേർത്തുണ്ടാക്കുന്ന ചുവന്ന നിറത്തിലുള്ള കറോസറ്റ് എന്ന മധുര പലഹാരം ഈജിപ്തിലെ അടിമത്തത്തിന് കീഴിൽ പീഡനങ്ങൾ സഹിച്ച് അവരുണ്ടാക്കിയ ചുവന്ന ഇഷ്ടികകളെ അനുസ്മരിച്ചുകൊണ്ടുള്ളതാണ്. പെസഹ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ട മാച്ചോ എന്ന പുളിപ്പിക്കാത്ത മാവ് കൊണ്ടുണ്ടാക്കുന്ന അപ്പം ഈജിപ്തിൽ നിന്നുള്ള യാത്രയിലുടനീളം ഇസ്രയേലിയർ കഴിച്ച അപ്പത്തിന്റെ തനിപ്പകർപ്പാണ്. പുളിപ്പിക്കാത്ത അപ്പത്തോടൊപ്പം കഴിക്കാനായി ഇസ്രയേല്യരോട് കൽപ്പിക്കപ്പെട്ട മാറോർ എന്ന കയ്പുള്ള ഔഷധച്ചെടിയുടെ ഇലയും ഇപ്പോഴുള്ള പെസഹ വിഭവങ്ങളിലൊന്നാണ്. അന്ന് പ്രത്യേകമായി പാരായണം ചെയ്യുന്ന ഹാഗദായിൽ അത് പാരായണം ചെയ്യുന്നവരെല്ലാം ഈജിപ്തിലെ അടിമത്തവും അതിൽ നിന്നുള്ള മോചനവും അനുഭവിക്കുന്നത് പോലെയുള്ള വചനങ്ങളാണുള്ളത്. ചെറിയ കുട്ടികളെ അടക്കം മോശയുടെ കാലത്തെ അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ഹാഗദാ പാരായണം. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നതിനായി കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ. നിങ്ങൾക്കായി നാം കടൽ പിളർത്തി, അതുവഴി നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫറോവോനിന്റെ ആളുകളെ നാം മുക്കിക്കൊന്നു എന്നിങ്ങനെയുള്ള ഖുർആനിന്റെ ശൈലി അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യവും ഉചിതവുമാണ് എന്നർത്ഥം. ഖുർആനിന്റെ ഭാഷ എത്രത്തോളം ജീവസുറ്റതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കൃത്യത. ഖുർആൻ ആസ്വാദനം, ഖുർആൻ പാരായണം, നിയമങ്ങളുടെ വിശദീകരണം. അബ്ദുള്ള തിരൂർക്കാട്. ആസ്വാദനം, രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ.